ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നോമ്പൊക്കെ വരികയാണ്. നോമ്പ് പ്രമാണിച്ചിട്ട് നമുക്ക് നല്ലൊരു ക്ലീനിങ് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു ബോക്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോക്സ് അല്ല, കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഐക്കിയെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു ബോക്സ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് എത്തിയതിന് ശേഷം മൈസൂരിൽ നിന്ന് കുറേ ആളുകൾ വഴിയാട്ടോ എനിക്കിവിടെ എത്തിയത്. അപ്പോൾ ഒരിക്കൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത് സെഫീൻ്റെ വീട്ടിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സെഫിയൻ്റെ അമ്മായിക്ക് കൊടുത്തു. അപ്പോൾ ജൂനമ്മായിക്കൊരു താങ്ക്സ്. പിന്നെ സെഫീൻ്റെ ഉപ്പാണ് ഇതിവിടെ കാലിക്കറ്റ് എത്തിച്ചത്. അപ്പോൾ നമുക്ക് നമ്മളെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇന്നത്തെ ബോക്സിൽ ഇതാ സ്പെഷ്യലായിട്ട് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡിൽ വിത്ത് കെയർ, ഡു നോട്ട് ഡ്രോപ്പ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഫ്രജൈലിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഈ അൺബോക്സിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്യൂലേ, ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഫീലല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല ഇതിൽ എന്തൊക്കെയാണുള്ളത് എന്ന്. കുറച്ച് അധികം ദിവസമായിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇന്നും നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ടാണ് അൺബോക്സിങ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ വന്നിരുന്ന് ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് എൻ്റെ വോയിസ് ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ബോക്സ് ഇന്നും വരുന്നതിനേക്കാളും കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് ഫ്രജൈലിന് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും, അതായത് ഒരു കാരണവശാലും നമ്മളെ കയ്യിൽ എത്തുന്നതിൻ്റെ മുന്നേ പൊട്ടിപ്പോരുത് എന്നുള്ള രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഈ പേപ്പർ ഉണ്ടാവാറ്, ഈ പ്രാവശ്യം ഇതുണ്ടാവും, ഈ കാർഡ്ബോർഡിൻ്റെ ഒരു നെറ്റാണുള്ളത്. അപ്പോൾ മുകളിൽ തന്നെ നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ വലാണുള്ളത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ട് കേട്ടോ, കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ സാധനം ഇതാണ്. ഇത് ടവലാണ്. ബട്ട് ഐക്കേൻ്റെ ഈ ഒരു ടവല് ഭയങ്കര വൃത്തിയുമാണ്. പിന്നെ അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എനിക്ക് നോക്കിയിട്ട് വേണം, കാരണം ഇതിൽ കൊടുത്ത MRP അല്ല, എല്ലാം ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ടവലാണ്, കിച്ചൺ ടവൽ. പിന്നെ ഇനി അടുത്ത സാധനം നമ്മളുടെ ഈ ഒരു ജാറാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഞാൻ റിപ്പീറ്റായിട്ട് വാങ്ങിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ജാറ് സംഭവം അടിപൊളിയാണ്. ഇത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ധാന്യങ്ങളാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ പിന്നെ പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കുറേ കാലം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പുഴു വരും. പക്ഷെ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അതിലൊരു പുഴുവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആ ഒരു പിന്നെ ഇതൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 1 ലിറ്ററിൻ്റെ ജാറാണ്. 1 ലിറ്ററിൻ്റെ ജാറാണ്. മാത്രമല്ല ഞാൻ നെയ്യാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ. എനിക്കിത് ഇത്രയും നെയ്യ് ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അങ്ങനെ നെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട് വരാണ്ടിരിക്കാൻ, ഉറുമ്പൊന്നും വരാണ്ടിരിക്കാൻ പറ്റിയ, പിന്നെ അങ്ങനത്തെ പുഴുവൊന്നും വരാണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയ അടിപൊളി പാത്രമാണ് അത്. അപ്പം അത് ഇതിൽ കവർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നെക്സ്റ്റ് അഗെയിൻ നമുക്ക് അങ്ങനത്തെ ഒരു പാത്രം കൂടെ ഉണ്ട്. ബട്ട് ഇതിവരെ നല്ല അടിപൊളിയായിട്ടാണ് പാക്കിംഗ് ചെയ്തിട്ടുള്ളത്. ഓ മൈ ഗോഡ്. ഓക്കെ, സെയിം ജാറിന് ഒരെണ്ണം കൂടെ ഉണ്ട്. സെയിം സൈസാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് 200 rupees ആണെന്ന് തോന്നുന്നു. പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഐ എം നോട്ട് ഷുവർ. 2 ജാറുണ്ട്. ഓക്കെ,
അപ്പം നെക്സ്റ്റ് ഇതാ ഈ ചെറിയൊരു വളവുണ്ട് കണ്ടോ, ചെറുതായിട്ട്, അതായത് ആ ഒരു വെയിറ്റുള്ള ജാർ ഇതിനകത്തായിരുന്നു, അതുകൊണ്ടായിരിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എവിടേക്കും ഒരു ചേഞ്ച് ഓഫ് ഷേപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാവുമായിരിക്കും. നെക്സ്റ്റ് ഇത് വീണ്ടും ഒരു കിച്ചൺ ടവൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കിച്ചൺ ടവൽ. എനിക്ക് ഈ വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ കിച്ചൺ ടവൽ വെറുതെ കിച്ചൺ തുടക്കാൻ മാത്രമല്ല, എന്തെങ്കിലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വിരിക്കാനും, പിന്നെ അത് കൂടാണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ മീറ്റ് ഇല്ലേ, നമ്മൾ ഈ കീമ അതൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഈ ഈ ക്ലോത്തിൽ വെച്ചിട്ടാണ് വാഷ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു മീറ്റ് അധികമായിട്ട് എക്സസ് ആയിട്ട് മീറ്റ് വാഷ് ഓഫ് ആയി പോവില്ല. അതുപോലെ പയറുകളൊക്കെ മുളപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ക്ലോത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് ക്ലോത്ത് തന്നെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അഗെയിൻ എൻ്റെ ഇവിടെയുള്ള ചെടി നനയ്ക്കുന്ന സാധനങ്ങളൊക്കെ കേടായിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടേക്കൊക്കെ ആ ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇതാ അവിടെയൊക്കെ ഉണ്ട് ചെടികളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഇത്. അപ്പോൾ ഇത് ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു വാട്ടറിങ് ക്യാൻ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു എന്താ പറയുക, ഒരു ടൂൾ സെറ്റാണ് കേട്ടോ. അത് ഐക്യൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇതിലൊരു സ്പാനർ ഉണ്ട്, ഒരു ഹാമർ ഉണ്ട്, പ്ലയർ ഉണ്ട്, അങ്ങനെ കുറച്ച് അത്യാവശ്യപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. എൻ്റെ ഹാമറും എൻ്റെ പ്ലയറും ഒക്കെ കേടായിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ ശരിക്കും അവരുടെ പാക്കിങ്ങിൽ ഇവിടെ കേബിൾ ടൈ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തുറന്ന് കാണിക്കാൻ പറ്റാത്തത്. എനിവേ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വീഡിയോ അല്ലേ? അപ്പൊ ഇതേ നമ്മള് ടൂൾ ബോക്സ്. വാവ്! അപ്പൊ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ടൂൾ ബോക്സ്. ഓക്കെ, ഇത് സ്ക്രൂ ഡ്രൈവർ ആട്ടോ. ഇതിലിതാ അതിൻ്റെ എല്ലാ ഇതുകൊണ്ട് സ്റ്റാർ, അതുപോലെ സ്ട്രെയിറ്റ് അങ്ങനെ അതിൻ്റെ എല്ലാ വേരിയൻസും ഉണ്ട്. അത് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതേ സ്പാനറാണ്. ഇതൊക്കെ എൻ്റെത് ഫുൾ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ക്യൂട്ടാണ് ആൻഡ് വെരി ഹെവി, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ആൻഡ് ഇതാ എൻ്റെ ഹാമർ വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് എ നൈസ് ഹാമർ. ആൻഡ് ദെൻ ഇതിലൊരു അടിപൊളി പ്ലയർ ഉണ്ട്. സോ അത്യാവശ്യപ്പെട്ട എല്ലാ ടൂൾസും ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ടൂൾ ബോക്സ് ഫുൾ കേടായി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് എ വെരി നൈസ് ടൂൾ ബോക്സ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ മാറ്റാണ്. ഈ മാറ്റ് ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 4 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിപുലമായ ക്ലീനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ ഈ മാറ്റ് ഇവിടെ വിരിക്കുന്നതായിരിക്കും. ഇത് നല്ല അടിപൊളി മാറ്റാണ്. ഇതിൻ്റെ അടിയിൽ റബ്ബറാണ്, അതുകൊണ്ട് സ്കിഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മാറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 4 മാറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് വിരിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ടബാണ്. ഇത് നമുക്ക് ഇതാ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ടബാണ്. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. This requires a lot of okay. സോ ഈ ഒരു ടബാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഒരു 10 ലിറ്ററിൻ്റെ ടബാണ്. ഇത് നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതായത് സൈസ് നമുക്ക് ചെറുതാക്കാം, മിനിമൈസ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും യൂസ് ചെയ്യാനും ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ട്രാവലിങ്ങിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര സൈസില്ല കേട്ടോ. 10 ലിറ്ററിൻ്റെ ആണ് ഞാൻ കണ്ടത്.
അപ്പോൾ 10 ലിറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം സൈസ് വിചാരിച്ചു. അത്ര സൈസ് എനിക്കില്ല. സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഓക്കെ, പിന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതാണ് ഞാൻ സാധാരണ ഈ കിച്ചൻ്റെ സൈഡ് അവിടെ ഇവിടെ ഒക്കെ തുടക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം, ഈ മൈക്രോ ഫൈബർ ക്ലോത്ത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു വൈപ്പറാണ്. ഐക്കിൻ്റെ ഈ ഒരു വൈപ്പർ, ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, പിന്നെ ഇത് ബ്ലാക്ക് ആണ്. അടിപൊളി വൈപ്പറാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ട് ഞാൻ രണ്ടാമത് വാങ്ങിച്ചാണ് കേട്ടോ. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചാണ്. പിന്നെ ദേ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനത്തെ 2-3 പോട്ട്സ് ആണ് എൻ്റെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട്. ഞാൻ സെറാമിക് ആണെന്നാണ് വിചാരിച്ചത്, ബട്ട് ദിസ് ഇസ് നോട്ട് സെറാമിക്, ദിസ് ഇസ് മോർ കൈൻഡ് ഓഫ് എ ഫൈബർ. പക്ഷെ എനിക്കിഷ്ടമായി, ഇറ്റ്സ് നൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യണം. ഞാൻ വഴിയെ കാണിക്കാം. ഇതേ അതിൻ്റെ ചെറുതാണിത്. ആൻഡ് വൺ മോർ, എന്താ അങ്ങനെ ഇങ്ങനെ 3 പ്ലാന്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം അവസാനമായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണിത്. ഇത് ഞാൻ തന്നെ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഇത് സംഭവം വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഇതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എന്താ ഈ ഒരു സ്ലിറ്റിലേക്കാണ് ഇത് കയറ്റേണ്ടത്. ഓക്കെ ഓക്കെ, and last. Okay, done. അപ്പോൾ ഇതേ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിന് ഇവിടെ 2 ഹോളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഇത് വോളാണെങ്കിൽ ഈ വോളിൽ നമുക്കിത് ഇങ്ങനെ വെക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും പോവില്ല. ഈ ഒരു സംഭവം ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ കിച്ചണിൽ. മാത്രമല്ല നെക്സ്റ്റ് വീക്കാണ് ഞാൻ ക്ലീനിങ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ, ഞാൻ വാങ്ങിയിട്ടുള്ള ഓരോ സാധനങ്ങൾ എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ്. ഇങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഐക്കിയെന്ന് തന്നെ വാങ്ങിക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ നാട്ടിൽ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങൽ വളരെ 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 കുറവാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഐക്കിയയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയൊന്നല്ല, ഇതിലധികം നമ്മൾ അറിയാണ്ട് പർച്ചേസ് ചെയ്ത് പോകും. ഞാൻ പക്ഷേ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അത് മാത്രമാണ് ഓർഡർ ചെയ്യാറുള്ളത്. ഈ ഒരു ടൂൾ സെറ്റ് കൂടാണ്ട് ഇവരുടെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് പക്ഷേ ഓൺലൈനിൽ അവൈലബിലിറ്റി ഇല്ല. ചില സാധനങ്ങൾ നമുക്ക് സ്റ്റോറിൽ പോയാലേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഐക്കിയയിൽ പോകുമ്പോൾ ആ ഒരു ഡ്രില്ലിംഗ് മെഷീനും വാങ്ങിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ജസ്റ്റ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.